ആരും ആരെയും സംരക്ഷിക്കുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട. പിന്നെയാണോ അമേരിക്ക പലസ്തീനെ സംരക്ഷിക്കുമെന്ന് പറയുന്നത്? പിന്നെയാണോ മുസ്ലിം രാജ്യങ്ങള് പലസ്തീനെ സംരക്ഷിക്കുമെന്ന് പറയുന്നത്? പിന്നെയാണോ ഇന്ത്യ പലസ്തീനു വേണ്ടി സംസാരിക്കുമെന്ന് പറയും? എല്ലാവർക്കും സങ്കടം എന്താണ്? ഐക്യരാഷ്ട്രസഭയിലും മുസ്ലിം രാജ്യങ്ങൾ രാജാക്കന്മാരൊന്നും പറയുന്നില്ല. ഖുർആനിന്റെ ബേസായ അടിസ്ഥാനപരമായ ഈ അറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇന്ന വലിയല്ലാ, എന്റെ സംരക്ഷകൻ അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ എന്താ? അല്ലദീ നസ്സലൽ കിതാബ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്റെ സംരക്ഷകൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ വിശേഷണം പറഞ്ഞത് എനിക്ക് ഭക്ഷണം തരുന്നവനെന്നോ എന്നെ ജനിപ്പിച്ചവനെന്നോ എനിക്ക് വെള്ളം തന്നവനെന്നോ ഒന്നുമല്ല. മറിച്ച് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വാക്കിലാണ് അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയത്. അല്ലദീ നസ്സലൽ കിതാബ്, അവനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന്. അള്ളാഹുവിന് അങ്ങനെ ഒരു ബന്ധമില്ലാത്തൊരു പദപ്രയോഗം കൊണ്ട് അവനെ വിശേഷിപ്പിച്ചു എന്ന് ആരും കരുതണ്ട. മറിച്ച് ഖുർആൻ ഇറക്കിയത് അവനാണ്. ആ പടച്ചവൻ ാണ് എന്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞതിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സത്യം എന്താണെന്നറിയോ? ഖുർആനെ ഞാൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഖുർആന്റെ സംരക്ഷണം എന്റെ ജോലിയാണെങ്കിലും നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിലും നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം. അതാണ് എന്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായോ? ഖുർആൻ ഇറക്കിയവനാണ് എന്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞാൽ നിന്നെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. കാരണം അവനാണ് ഖുർആൻ ഇറക്കിയത്. ഖുർആൻ ഇറക്കിയ അവന് ആ ഖുർആനിനെ സംരക്ഷിക്കാൻ അവൻ അറിയാം. അതുപോലെ നിന്നെ സൃഷ്ടിച്ച അവന് നിന്നെ സംരക്ഷിക്കാൻ അറിയാം. ഖുർആൻ എങ്ങനെയാ സംരക്ഷിക്കുക? ഖുർആനെ ചിലപ്പോ പാർലമെന്റിന്റെ മുന്നിൽ കത്തിച്ചിട്ടുണ്ടാവാം. ഖുർആനിലെ ജിഹാദിന്റെ പദങ്ങൾ മാറ്റണമെന്ന് വിവരം കെട്ടവർ പറഞ്ഞേക്കാം. ഖുർആനിന്റെ വള്ളിപ്പുള്ളികൾക്ക് വ്യത്യാസമുണ്ടെന്ന് ചിലരൊക്കെ പറഞ്ഞേക്കാം. അതൊക്കെ അങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴും അല്ലാഹ് പറയുന്നു, ഖുർആൻ ഞാനാണ് ഇറക്കിയതെങ്കിൽ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരെ, ആകാശം പൊട്ടി പിളരുന്നത് വരെ, നക്ഷത്രങ്ങൾ ഇളകി വീഴുന്നത് വരെ, കടല് കത്തിക്കപ്പെടുന്നത് വരെ, പർവ്വതങ്ങൾ ഇങ്ങനെ പാറ്റകളെ പോലെ പറന്നു നടക്കുന്നത് വരെ ഞാൻ ആ ഖുർആനിനെ സംരക്ഷിക്കുമെന്ന് പടച്ചതമ്പുരാൻ. അപ്പോ ലോക അവസാനം വരെയും അല്ലാഹു തആല സംരക്ഷണം നമ്മൾ റബ്ബിനെ ഏൽപ്പിച്ച് അവൻ ഏറ്റെടുക്കും നമ്മളെ.